ഹായ് ദേർ, നമുക്കിന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? സിമ്പിളായിട്ട്. പോകൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പോവുക എന്ന വേർബിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഗോ എന്നാണ് അല്ലേ? പോകൂ ഒരു കമാൻഡാണ്. ഞാൻ ആർക്കും ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ആജ്ഞാപിക്കുകയാണ് അല്ലേ? അതെങ്ങനെ പറയാ? പോകൂ. സിമ്പിളായിട്ട് ആ ഒരു വേർബ് മാത്രം മതി അവിടെ. ഗോ, പോകൂ. ഓക്കെ, ഇനി കുറച്ചുകൂടി പൊളൈറ്റ്നെസ് ആഡ് ചെയ്തു. ദയവ് ചെയ്ത് പോകൂ, ദയവ് ചെയ്തൊന്ന് പോകാമോ എന്നെങ്ങനെ പറയാ? അവിടെ നമുക്ക് റിക്വസ്റ്റ് ഫോമാറ്റിലാക്കാം. റിക്വസ്റ്റ് ആക്കാൻ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു പ്ലീസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഗോയുടെ കൂടെ ഒരു പ്ലീസ് ആഡ് ചെയ്യുക അല്ലേ? ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്ക് വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ടൊരു റിക്വസ്റ്റ് ഫോം ചെയ്യാം. പ്ലീസ് ഗോ, പ്ലീസ് ഗോ, ദയവ് ചെയ്തൊന്ന് പോകൂ. ഓക്കെ, ഇനി ഞാൻ പോകാറുണ്ട്. എൻ്റെ ഒരു റൂട്ടീനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാബിറ്റാണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാണ്. ഞാൻ പോകാറുണ്ട്. സിമ്പിൾ പ്രസൻ്റ് ആണ്. അവിടെ നമുക്ക് എന്താണ്? ഞാൻ. ആരാണ്? ഞാൻ. ഓക്കെ, ഐ. ഇനി പോകാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഐ യു ദേവി എന്നീ സബ്ജക്ട്സ് ആണെങ്കിൽ അവിടെ എന്ത് വേണം? ആ ഒരു വെർബ് മാത്രം മതി. ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഐ ഗോ. ഓക്കെ, ഇനി ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. ഐ ഗോ എവ്രി ഡേ. ഓക്കെ, ഞാൻ രാവിലെ പോകാറുണ്ട്. ഐ ഗോ ഇൻ ദ മോർണിംഗ്. ഓക്കെ, അങ്ങനെ വരും. ഇനി അവൾ പോകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഐ യു ദേവി ആണെങ്കിലാണ് ഗോ വരിക. അതല്ല ഹി ഷീ ഇറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ഗോയുടെ എസ് ഫോം വരണം. ഓക്കെ, വെർബിൻ്റെ എസ് ഫോം വരണം. അപ്പോൾ ഗോ എന്താവും? ഗോസ് ആവും. ഇവിടെ അവൾ പോകാറുണ്ട്. എന്താണ് അവൾ? ഷീ അല്ലേ? ഷീ ഗോസ്, ഷീ ഗോസ്. അവൾ പോകാറുണ്ട്. സിമ്പിളാണ്. ദെൻ അവർ പോയി, പാസ്റ്റ് ആക്ഷൻ ആണ്, അതായത് പാസ്റ്റ് ടെൻസിൽ വരും. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അവൾ പോയി. ഗോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. വേർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് പാസ്റ്റ് ടെൻസിൽ വരിക. അപ്പോൾ ഗോയുടെ സെക്കൻഡ് ഫോം എന്താണ്? വെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവർ പോയി. അവർ എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാ? ദേ. ഓക്കെ, പോയി, വെൻറ്റ്. ദേ വെൻറ്റ്. സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് അവൾ പോകും. അവൾ നാളെ പോകും, അല്ലെങ്കിൽ അവൾ 5 മിനിറ്റ് കഴിഞ്ഞ് പോകും. അപ്പോൾ ഈ നിമിഷത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചർ ടെൻസ് ആണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ഇങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.